എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന പഴയ പാൻറ്റുകൾ നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും റീയൂസ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ടൊരു പഴയ പാൻറ്റ് എടുത്തിട്ടുണ്ട്. ആ പാൻറ്റ് സെപ്പറേറ്റ് ആക്കി എല്ലാം കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആദ്യം പടി വെട്ടിക്കളഞ്ഞു. അതിനുശേഷം ഇത് ഈ നടുഭാഗം കൊണ്ട്, ഇത് ചെറിയ പാൻറ്റാണ്, അപ്പം ആവശ്യത്തിന് നീളം കിട്ടാനാണ്. ഈ കാല് മാത്രം എടുത്താൽ അത് കിട്ടത്തില്ല. അതുകൊണ്ട് മോള് മുതൽ ഇങ്ങനെ സെപ്പറേറ്റ് കട്ട് ചെയ്യുകയാണ്. സെപ്പറേറ്റ് അങ്ങനെ കട്ട് ചെയ്ത് 4 പീസാക്കി എടുത്തിട്ടുണ്ട്. 4 പീസ് നമ്മളിതൊന്ന് വലിച്ച് പൊട്ടിച്ചാൽ മതി. അതിങ്ങ് നമ്മൾ കുത്തിയിരുന്ന് അഴിക്കുകയൊന്നും വേണ്ട. സൈഡ് ഒന്ന് പൊട്ടിച്ച് വിട്ട് സൈഡൊന്ന് വലിച്ച് വിട്ടാൽ മതി. അപ്പോൾ അത് പോരും. അങ്ങനെ നമുക്ക് അത് റെഡി ആയിട്ടുണ്ട്. 4 പീസും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ 4 പീസുകൾ ചേർത്ത് ഒന്ന് കൂട്ടി അടിച്ചെടുക്കാം. ലെവൽ ചെയ്ത് അടിച്ച് വന്നപ്പം കൂടുതലായിട്ട് വന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു. 2 അടുപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. കട്ടിയുള്ള തുണിയാണ്. അങ്ങനെ 2 അടുപ്പ് വെച്ച് കൊടുത്തു. അടിച്ചെടുത്തതിന് ശേഷം ഇതിന് പുറകുവശത്ത് വേണമെങ്കിൽ വീണ്ടും അടിച്ചു കൊടുക്കാം. പുറം കാണിയിട്ട് അടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയത് ബാക്കി വയ്ക്കാനുള്ള പീസായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടിൽ വയ്ക്കാനുള്ള പീസാണ്. അതിനായിട്ട് ഇതുപോലെ തന്നെ പാൻറ്റ് അടിച്ചെടുത്തതാണ്. അത് 2 പീസാണ് ഇതുപോലെ ഒരേ അളവിൽ അടിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഷേപ്പ് വരച്ചിട്ട്, ഒരു യതളിൻ്റെ ഷേപ്പ് വരച്ചിട്ട് അത് ഈ പാൻറ്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് 4 ഭാഗത്തേക്കും ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ അല്ലിയുടെയും നടുക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 വര കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഇത് നൂർത്തിട്ടതിന് ശേഷം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 4 ഇതളും കട്ട് ചെയ്യണം. ഈ കോർണറിൽ കൊണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തണം. 4 ഇതളും ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഇങ്ങനെ അകത്തേക്ക് ഒന്ന് മടക്കി വെച്ച്, ഇതുണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം അകത്തേക്ക് വെച്ചാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം ഇതിങ്ങനെ തിരിച്ച് വെച്ച് ആ കോർണറിൽ കൊണ്ട് കുത്തി നിർത്തി ഇതിൽ ഇങ്ങോട്ട് തിരിച്ച് അടിച്ചെടുക്കണം. ഈ ഒരു ഹോള് നമ്മൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 എണ്ണവും അടിച്ചെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ നേരെ ആവില്ല, എന്നാലും ഒരു മിനിമത്തിന് നമുക്ക് അടിക്കാവുന്ന രീതിയിൽ അതൊന്ന് തേച്ച് റെഡിയായിട്ടുണ്ട്. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാക്ക് പീസിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്ത് ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാ ഭാഗവും 4 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 പീസുകളാണ് എടുത്തിരിക്കുന്നത്. 2 പാൻറ്റിൻ്റെ പീസും അടിയിലും മുകളിലും വയ്ക്കാൻ പാൻറ്റിൻ്റെ പീസുകളും നടുക്കൊരു കനം കുറഞ്ഞ തുണിയും ഈ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നു. ഇനി കനം കുറഞ്ഞ തുണി എടുക്കണം, അല്ലെങ്കിൽ അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും, തയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. ഇതിപ്പം 4 ഇഞ്ച് വീതിയിൽ ഒരു 4 വശത്തും വയ്ക്കാനായിട്ട് ഒരു 4 പീസ്, അതും കനം കുറഞ്ഞ തുണി തന്നെ എടുക്കണം. കനം കുറഞ്ഞ തുണി എടുത്തില്ലെങ്കിൽ അടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം അതും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് യോജിപ്പിക്കാം. അടിയിൽ പാൻറ്റിൻ്റെ ഒരു പീസും അതിൻ്റെ മോശം വശത്തേക്ക് കനക്കട്ടി കുറഞ്ഞ ആ തുണി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഇനി ഈ നമ്മളിങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്ന ഈ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ 2 ഭാഗങ്ങൾ നമുക്ക് ഒന്ന് അടിച്ച് ലെവൽ ചെയ്ത് യോജിപ്പിക്കാം. 2 ഭാഗങ്ങളെ അടിക്കാവുള്ളൂ. ലെവൽ വ്യത്യാസം വരും, കാരണം ഈ നമ്മളത്ര ലെവലിന് അല്ലല്ലോ ഇത് വെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ലെവൽ വ്യത്യാസമൊക്കെ വരും. അതുകൊണ്ട് 2 ഭാഗങ്ങൾ മാത്രം ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഓരോ എതളിൻ്റെയും അരികു വഴി ഇതുപോലെ ഈ പീസിലേക്ക് വെച്ച് അടിച്ച് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ 4 പീസും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. 4 ഇഞ്ച് വീതിയിൽ വെട്ടിയെടുത്ത തുണി ഇതുപോലെ 2ആയിട്ട് മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ അരികു ഭാഗം അകത്തേക്ക് മടക്കിയാണ് വെക്കുന്നത്. നല്ല വശത്തു നിന്നാണ് ഈ തുണി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ 3 ഭാഗവും ഞാനിപ്പോൾ അടിച്ചിട്ടുണ്ട്. 4ാമത്തെ ഭാഗമാണ് ഈ കാണിച്ചത് തരുന്നത്. കോർണർ വരുന്ന ഭാഗം ഇതുപോലെ ആ പീസ് അടിയിലേക്ക് വെച്ചതിന് ശേഷം, മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ അടിച്ചു കൊടുക്കാം.
അടിവശത്തേക്ക് ഈ പീസ് മടക്കി അടിക്കണം. അങ്ങനെ മടക്കി അടിച്ച് ലാസ്റ്റ് വരുന്ന ഭാഗം അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കണം. ഇതിൻ്റെ പുറത്ത് ഭാഗത്തു കൂടിയാണ്, ഈ പീസിൻ്റെ പുറത്തു കൂടിയാണ് അടിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പോക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതും കൊണ്ടും ചെറിയൊരു ഉപയോഗമുണ്ട്. ഈ പോക്കറ്റ് ഇതുപോലെ 4ആയിട്ട് മടക്കി എടുക്കുന്നു. അതിനുശേഷം ഈ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസ് ഒരു കനം കുറഞ്ഞ തുണിക്കകത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ചുറ്റുവട്ടത്തിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കിൻ്റെ കാര്യം മറന്നു പോകരുതേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ നിവർത്തിയിട്ട് ഇതിന് കൂടുതൽ വരുന്ന ഭാഗങ്ങളിലുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ പീസിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡോർമാറ്റ് റെഡി ആയിട്ടുണ്ട്. ലൈക്കിൻ്റെ കാര്യം മറന്നു പോകല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.